ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ മറ്റൊരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതായി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റേഴ്സ് 6 സെന്റിമീറ്റേഴ്സ് ആൻഡ് 7 സെന്റിമീറ്റേഴ്സ്. ഡ്രോ ദ ഇൻസർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ. മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിന്റെ അന്തർവൃത്തം വരയ്ക്കുക. അന്തർവൃത്തത്തിന്റെ ആരം അളന്നെഴുതുക. ആദ്യം തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു റഫ് ഫിഗർ വരയ്ക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രയാങ്കിളുടെ വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട്. ഈ വശം 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വീതമാണ്. ഇനി ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലായി ഒരു ഇൻസർക്കിൾ അല്ലെങ്കിൽ ഒരു അന്തർവൃത്തം വരയ്ക്കണം. അതിനുശേഷം ഈ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തത്തിന്റെ ആരം അളന്നെഴുതണം. ഈ ഒരു ഫിഗർ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഈ ട്രയാങ്കിളിനെ നമുക്ക് ABC എന്ന് നെയിം ചെയ്യാം. മുൻപുള്ള 2 ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം വരച്ചത് സർക്കിൾ ആണ്. അതിനുശേഷമാണ് നമ്മൾ ട്രയാങ്കിൾസ് വരച്ചിരുന്നത്. ഇവിടെ നമുക്ക് സർക്കിളിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. അതായത് സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം ഒന്നും തരാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ട്രയാങ്കിളും പിന്നീട് സർക്കിളും അഥവാ ആദ്യം ത്രികോണവും പിന്നീട് വൃത്തവുമാണ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ട്രയാങ്കിൾ അഥവാ ത്രികോണം വരയ്ക്കണം. അതിനായിട്ട് AB എന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ആദ്യം വരയ്ക്കുന്നത്. സ്കെയിൽ ഉപയോഗിച്ച് 7 സെന്റിമീറ്റർ അളവിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. AB. ഈ ലൈനിന്റെ നീളം എത്രയാണ്? 7 സെന്റിമീറ്റർ. ഇനി നമുക്ക് C എന്ന ഈ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് Aയിൽ നിന്ന് 6 സെന്റിമീറ്റർ അകലെയാണ് C, Bയിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെയാണ് C. അങ്ങനെയെങ്കിൽ C എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്നതിന് ശേഷം A എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കണം. ഇനി കോമ്പസിൽ 5 സെന്റിമീറ്റർ അളന്നതിന് ശേഷം B എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? മറ്റൊരാർക്ക് കൂടി വരയ്ക്കണം. ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് C എന്ന പോയിന്റ്. ഇനി Aയിൽ നിന്ന് Cയിലേക്കും Bയിൽ നിന്ന് Cയിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. Aയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരം 6 സെന്റിമീറ്റർ ആണ്. Bയിൽ നിന്ന് Cയിലേക്കുള്ള ദൂരം 5 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഈ ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തത്തിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഈ ഇൻസർക്കിളിന്റെ സെന്ററും അതുപോലെ ഈ ട്രയാങ്കിളിന്റെ സെന്ററും സെയിം ആയിരിക്കും. എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? കോമ്പസിൽ ഒരു നിശ്ചിത അളവെടുത്തതിന് ശേഷം A എന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുന്നു. അതിനുശേഷം AC എന്ന ഈ ലൈനും AB എന്ന ഈ ലൈനും കട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി കോമ്പസിൽ അതേ അളവ് തന്നെ എടുത്തതിന് ശേഷം AC എന്ന ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ AB എന്ന ഈ ലൈനിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ വെച്ച് മറ്റൊരു ആർക്ക് കൂടി വരയ്ക്കുന്നു. ഇനി A എന്ന പോയിന്റും അതുപോലെ ഈ 2 ആർക്കുകൾ കട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇനി ഇതുപോലെ തന്നെ B എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് ഇതേപോലെ ABയെയും BCയെയും കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി ഇതേ അളവിൽ BC എന്ന ലൈനിനെ കട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ വീണ്ടും കോമ്പസ് വെച്ച് മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ഇനി അതുപോലെ AB എന്ന ഈ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് മറ്റൊരു ആർക്ക് കൂടി വരയ്ക്കുന്നു. ഇനി B എന്ന പോയിന്റും അതുപോലെ ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലൂടെ നമുക്ക് മറ്റൊരു ലൈന് കൂടി വരയ്ക്കണം. ഈ 2 ലൈനുകളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് ABC എന്ന ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരുന്ന ഇൻസർക്കിളിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോമ്പസ് ഈ പോയിന്റിൽ വെച്ച് ഈ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസോ റേഡിയസ് ആക്കി എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ABC എന്ന ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു ഇൻസർക്കിൾ അഥവാ ഒരു അന്തർവൃത്തം വരയ്ക്കണം. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ ഡീറ്റെയിൽസ് തന്ന് അതിന്റെ ഉള്ളിൽ ഒരു ഇൻസർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുന്നത്. ഇനി ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. അന്തർവൃത്തത്തിന്റെ ആരം അളന്നെഴുതണം. അതായത് ഉള്ളിലുള്ള ഈ സർക്കിളിന്റെ ആരം അഥവാ റേഡിയസ് നമുക്ക് അളന്നെഴുതണം. സ്കെയിൽ ഉപയോഗിച്ച് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസോ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എത്രയാണെന്ന് മെഷർ ചെയ്യാം. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.6 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അതായത് ഇൻസർക്കിളിന്റെ റേഡിയസ്
അഥവാ ആരം എത്രയാണ്? റേഡിയസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 1.6 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈസ് 7 സെന്റിമീറ്റേഴ്സ് ആൻഡ് 3 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഈക്വൽ ഏരിയ ടു ഇറ്റ്. 7 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. എന്താണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ആദ്യം തന്നെ ഒരു റെക്ടാംഗിൾ അഥവാ ഒരു ചതുരം വരയ്ക്കണം. ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് 7 സെന്റിമീറ്റർ ആണെന്നും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി ഈ റെക്ടാംഗിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം, അഥവാ ഒരു സമചതുരം വരയ്ക്കണം. ഈ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് റെക്ടാംഗിൾ അഥവാ ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 7 ഇൻറ്റു 3 എത്രയാണ്? 7 ഇൻറ്റു 3 21 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാംഗിൾ അഥവാ ഈ ചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ്. ഇനി ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവ് എത്രയാണ്? 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് സ്ക്വയർ ആണ്. ലെങ്ത് സ്ക്വയർ ഈക്വൽ ടു 21 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് ലെങ്ത് ഈക്വൽ ടു എന്താണ്? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് 21 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് 21 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ അഥവാ പരപ്പളവുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ 4 സൈഡുകളും റൂട്ട് 21 സെന്റിമീറ്റർ വീതമായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട് 21 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് നിർമ്മിക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറം അല്ലെങ്കിൽ ഒരു ഫിഗർ ഉപയോഗിച്ചാണ്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു സർക്കിൾ ആണ്. ഇത് ഈ സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ്. ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ആണ് എ ബി എന്ന ഈ ലൈൻ. ഇനി ഈ എ ബി എന്ന ലൈനിനെ കട്ട് ചെയ്തുകൊണ്ട് പെർപെൻഡിക്കുലറായി മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ് സി ഡി. എ ബി എന്ന ഈ ലൈനും സി ഡി എന്ന ഈ ലൈനും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് നമുക്ക് പി എന്ന് നെയിം ചെയ്യാം. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഇൻറ്റു പി ബി എന്നത് പി സി സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് അഥവാ വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന കാര്യം. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു ഇതിൽ റിലേറ്റ് ആവുന്നത് എന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് ആദ്യം തന്ന റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുകയാണ്. അതായത് പി മുതൽ എ വരെ നമുക്ക് 7 സെന്റിമീറ്റർ എടുക്കുന്നു. ഇനി പി മുതൽ ബി വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെക്ടാംഗിൾ അഥവാ ഈ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതിയായിട്ട് എടുക്കുകയാണ്. അതായത് പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പി എ എന്നത് 7 ആണ്, പി ബി എന്നത് 3 ആണ്. 7 ഇൻറ്റു 3 എത്രയാണ്? 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പി എ 7 സെന്റിമീറ്റർ ആണ്, പി ബി 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി സി സ്ക്വയർ ഈക്വൽ ടു 21 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് പി സി സ്ക്വയർ എന്നത് 21 എന്ന് എഴുതാം. അതായത് പി സി എന്നത് എന്ത് വരും? ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോയാൽ റൂട്ട് 21 സെന്റിമീറ്റർ. അതായത് പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 7 ആയിട്ടും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ പി മുതൽ സി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് റൂട്ട് 21 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് പി മുതൽ എ വരെയുള്ളത് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ളത് 3 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ ആ പി എന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അഥവാ ലംബത്തിന്റെ ദൂരം എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ദൂരം റൂട്ട് 21 സെന്റിമീറ്റർ ആയിരിക്കും. ആ അളവ് നമുക്ക് 4 സൈഡിക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 21 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു ചതുരം കിട്ടില്ലേ? അതായത് ഈ റെക്ടാംഗിളിന്റെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടില്ലേ? ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കുന്നത്. നമുക്ക് ഈ ഒരു റെക്ടാംഗിൾ കൂടി ഈ ഒരു ഫിഗർ ഉൾപ്പെടുത്തണം. അതിനെന്ത് ചെയ്താൽ മതി? പി ബി എന്ന ഈ ഡിസ്റ്റൻസ് അതായത് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടേക്ക് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് 7 സെന്റിമീറ്ററും ഇവിടേക്ക് 3 സെന്റിമീറ്ററും എടുത്ത് ഇത് നമുക്ക് തന്നിട്ടുള്ള റെക്ടാംഗിൾ അഥവാ ചതുരമാണ്. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സ്ക്വയർ ആണ്. ഈ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഈ ഒരു സർക്കിൾ ആണ് നമുക്ക് ആദ്യം തന്നെ വരയ്ക്കേണ്ടത്, അഥവാ ഈ ഒരു വൃത്തമാണ് നമുക്ക് ആദ്യം തന്നെ വരയ്ക്കേണ്ടത്.
അപ്പൊ ഈ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എ ബി എന്നത്. എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 7 3 കൂട്ടിയാൽ 10 സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് വരയ്ക്കേണ്ടത് 10 സെന്റിമീറ്റർ ഡയമീറ്റർ അഥവാ വ്യാസമുള്ള ഒരു സർക്കിൾ ആണ്. 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 10ന്റെ പകുതി 5 ആയിരിക്കും. അതായത് 5 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് കോമ്പസിൽ നമ്മൾ 5 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? എ ബി എന്ന ഈ ഡയമീറ്റർ വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് സർക്കിളിന്റെ സെന്ററിലൂടെ എ ബി എന്ന ഡയമീറ്റർ വരച്ചു. ഈ എ ബി എന്ന ഡയമീറ്ററിന്റെ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എ എന്ന പോയിന്റിൽ നിന്നും 7 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് എ എന്ന പോയിന്റിൽ നിന്നും 7 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം അവിടെ നമ്മൾ പി എന്ന പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പി എന്ന ഈ പോയിന്റിലൂടെ നമുക്കൊരു പെർപെൻഡിക്കുലർ അഥവാ ഒരു ലംബം വരയ്ക്കണം. ആ ലൈനിന്റെ പേര് സി ഡി എന്നാണ്. ഈ ലൈനിനെ നമുക്ക് സി ഡി എന്ന് എഴുതാം. ഇനി എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ ആണെന്നും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണെന്നും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ സൈഡുകളുടെ ലെങ്ത് ആണ് ഈ പി മുതൽ സി വരെയുള്ള ഈ ലെങ്ത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാം. കാരണം ഇവിടെ നമ്മൾ ഡ്രോ എ റെക്ടാംഗിൾ ആണ് ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റെക്ടാംഗിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിയിൽ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അളക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് 7 സെന്റിമീറ്ററും അതുപോലെ എ എന്ന ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്ററും അളന്നെടുക്കണം. എങ്കിലല്ലേ നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാൻ സാധിക്കുക. അതിനായിട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നു. കോമ്പസിൽ ആദ്യം തന്നെ നമ്മൾ 3 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം എ എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് 3 സെന്റിമീറ്ററിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ കോമ്പസിൽ 7 സെന്റിമീറ്റർ അളന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ച് 7 സെന്റിമീറ്ററിൽ നമ്മൾ മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ റെക്ടാംഗിളിന്റെ 4ാമത്തെ വെർട്ടെക്സ് അഥവാ 4ാമത്തെ മൂല. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നും എ എന്ന ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെക്ടാംഗിൾ അഥവാ ചതുരം കിട്ടും. ഈ ഒരു ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് റെക്ടാംഗിൾ നമ്മളോട് പറഞ്ഞതുപോലെയുള്ള റെക്ടാംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ ഏരിയയുള്ള സ്ക്വയർ ആണ് നിർമ്മിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഇതേ ഏരിയയുള്ള സ്ക്വയർ നിർമ്മിക്കണമെങ്കിൽ ആ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പി സി ആയിരിക്കും. കാരണം എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്ററും ആണെങ്കിൽ പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് √21 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടതും √21 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തുമുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തതിന് ശേഷം പി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് പി സി എന്ന അളവിൽ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി പി എന്ന പോയിന്റിൽ നിന്നും ഈ ആർക്കിലേക്ക് നമുക്ക് ഈ പി ബി എന്ന ലൈൻ നീട്ടി വരയ്ക്കണം. ഇനി അതേ കോമ്പസ് സി എന്ന പോയിന്റിൽ വെച്ച് പി സി എന്ന ഇതേ ലൈനിന്റെ നീളം നമുക്ക് ഇങ്ങോട്ടും അതുപോലെ കോമ്പസ് ഈ പോയിന്റിൽ വെച്ച് പി സി എന്ന നീളം ഇങ്ങോട്ടും ആർക്കായിട്ട് അടയാളപ്പെടുത്തണം. ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ 4ാമത്തെ വെർട്ടെക്സ് അഥവാ 4ാമത്തെ മൂല. ഇനി സിയിൽ നിന്നും അതുപോലെ ഈ പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പി സി എന്ന ഈ ലൈനിന്റെ നീളം 4 വശങ്ങളുമുള്ള ഒരു ചതുരം കിട്ടും. ഈ ഒരു നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആണ്. ഈ നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു നീളം എത്രയായിരിക്കും? √21 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വരയ്ക്കേണ്ടതും √21 സെന്റിമീറ്റർ 4 വശങ്ങളുള്ള ഒരു സ്ക്വയർ അല്ലേ? അതായത് ഈ റെക്ടാംഗിളിന്റെ ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചിരിക്കുന്നു. സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും എന്ന പാഠഭാഗത്തിലെ മറ്റൊരു ചോദ്യം നോക്കാം. Draw an equilateral triangle of side 6 cm and draw a square of equal area to it.
വശങ്ങളുടെ നീളം 6 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 6 സെന്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത? അവയുടെ 3 സൈഡുകളും 3 കോണുകളും തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ച് അതിന് ഈക്വൽ ഏരിയ ആയിട്ടുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രയാങ്കിളിന്റെ അതേ ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുന്നു. അതിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരം വരയ്ക്കുന്നു. ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെയിം ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ മുൻപുള്ള ചോദ്യത്തിൽ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിന്റെ ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. ആ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്ക് റഫ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ അഥവാ ഒരു ചതുരവുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ, ഈക്വലാറ്ററൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ നോർമൽ ട്രയാങ്കിൾ ആയാലും ഏതൊരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെയും പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബേസിൽ നിന്നും മുകളിലെ വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ്. അതായത് ഇതാണ് ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ഇക്വേഷനെ നമ്മൾ ഒന്നും കൂടെ റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഈ ബേസ് ആദ്യം എഴുതുകയാണ്, ബേസ് ഇൻറ്റു ഇനി എന്താണുള്ളത്? ഹൈറ്റ് ഇൻറ്റു 1/2 അല്ലേ? അതിനെ നമ്മൾ h/2 എന്ന് എഴുതുന്നു. അതായത് നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ ആ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ബേസും അതുപോലെ ഹൈറ്റിന്റെ പകുതിയും ഗുണിച്ചതാണ്. ഇനി ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ അഥവാ ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ ആണല്ലോ വേണ്ടത്. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏരിയ കാണുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ബേസ് എടുക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ ട്രയാങ്കിളിൽ ഒരു എന്ത് ചെയ്യണം? ഒരു റെക്ടാങ്കിൾ, സെയിം ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇനി ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി എന്നത് നമ്മൾ ഹൈറ്റിന്റെ പകുതിയാണ് എടുക്കുന്നത്. അതായത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹൈറ്റിന്റെ പകുതി നമ്മൾ എടുത്ത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കിൾ അഥവാ ഈ ചതുരത്തിന്റെ ഏരിയ എന്താണ് വരുന്നത്? ഈ ലെങ്ത് എന്ന് പറയുന്നത് ബേസ് ആണ്. ഈ ടോട്ടൽ ലെങ്ത് ഹൈറ്റ് ആണ്. ഇതുവരെയുള്ള നീളം എത്രയാണ്? ഹൈറ്റിന്റെ പകുതിയാണ്. അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് ബേസ് ആണ്. ബ്രെഡ്ത്ത് എന്താണ്? ഹൈറ്റിന്റെ പകുതിയാണ്. അതായത് ഇവിടെ ഇപ്പോ ട്രയാങ്കിളിന്റെ ഏരിയയും അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ ഏരിയയും തുല്യമായില്ലേ? അതായത് ഒരു ട്രയാങ്കിൾ, ഏതൊരു നോർമൽ ട്രയാങ്കിളോ ആയിക്കോട്ടെ, ആ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത്തും അതുപോലെ ഹൈറ്റിന്റെ പകുതി ബ്രെഡ്ത്ത് അഥവാ വീതിയുമായിട്ട് നമ്മൾ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അഥവാ ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാങ്കിൾ കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയുള്ള അഥവാ തുല്യ പരപ്പളവുള്ള റെക്ടാങ്കിൾ അഥവാ ചതുരം വരയ്ക്കുന്നത്. ഇനി ഒരു ചതുരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സെയിം ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ മുൻപേയുള്ള ചോദ്യത്തിൽ പഠിച്ചതാണ്. എങ്ങനെയാണ്? ഒരു റഫായിട്ട് പറയാം. നമ്മുടെ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുന്നു. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ ആ നീളത്തിൽ നമ്മളൊരു ലൈനായി എടുക്കുന്നു. ആ ലൈന് ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? ഈ ലൈനിനെ നമ്മൾ AB എന്നാണ് നെയിം ചെയ്യുന്നത്. A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കിൾ അഥവാ സമചതുരത്തിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയതാണ്. ഇനി നമ്മുടെ ചതുരത്തിന്റെ ലെങ്ത്തിന്റെ അളവും ബ്രെഡ്ത്തിന്റെ അളവും ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ P എന്നൊരു പോയിന്റ് എടുക്കുന്നു. അതായത് A മുതൽ P വരെ റെക്ടാങ്കിൾ അഥവാ ചതുരത്തിന്റെ ലെങ്ത്തും
പി മുതൽ ബി വരെ നമ്മുടെ റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്തുമായിരിക്കും. അതിനുശേഷം പിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ അഥവാ ഒരു ലംബം വരയ്ക്കുന്നു. ആ ലംബം നമ്മൾ സി ഡി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ പി മുതൽ സി വരെയുള്ള നീളം എത്രയാണോ അതായിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത്. അതായത് 4 സൈഡും 4 വശങ്ങളും പി സി എന്ന ലൈനിന്റെ അതേ ഡിസ്റ്റൻസിൽ നമുക്കൊരു സ്ക്വയർ ലഭിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റെക്ടാംഗിൾ വരച്ചിട്ടുണ്ടാവും. ഈ റെക്ടാംഗിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഒരു ട്രയാംഗിളിന്റെ സെയിം ഏരിയയുള്ള റെക്ടാംഗിൾ അഥവാ ചതുരം കണ്ടുപിടിക്കുന്നതും ആ ചതുരത്തിന്റെ സെയിം ഏരിയയുള്ള സ്ക്വയർ അഥവാ സമചതുരം കണ്ടുപിടിക്കുന്നതും. ഇവിടെ നമുക്ക് ഈ ട്രയാംഗിളിന്റെ ഹൈറ്റിന്റെ പകുതി കണ്ടുപിടിക്കേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമുക്ക് ഈ ബേസിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ നമ്മുടെ ട്രയാംഗിളിന്റെ മുകളിലെ വെർട്ടെക്സിലേക്ക് അഥവാ മുകളിലെ മൂലയിലേക്ക് വരയ്ക്കണം. അതിനുശേഷം അതാണ് നമ്മുടെ ട്രയാംഗിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ഹൈറ്റിന്റെ കറക്റ്റ് പകുതി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ആ ഒരു വാല്യൂ, ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയണ്ടാവില്ല. നമ്മളത് കോമ്പസ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഹൈറ്റ് എന്ന് വെക്കുക. ഒരു ട്രയാംഗിളിന്റെ ഹൈറ്റ് ഇതാണ്. ഇതിന്റെ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? കോമ്പസിൽ ഒരു നിശ്ചിത അളവെടുക്കുന്നു. അതിനുശേഷം കോമ്പസ് ഈ പോയിന്റിൽ വെക്കുന്നു. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആർക്കുകൾ വരയ്ക്കുന്നു. അതുപോലെ കോമ്പസ് അതേ അളവിൽ തന്നെ ഈ പോയിന്റിൽ വെക്കുന്നു. വീണ്ടും 2 സൈഡിലേക്കും ആർക്കുകൾ വരയ്ക്കുന്നു. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ആ പോയിന്റ് ആയിരിക്കും ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹൈറ്റിന്റെ പകുതി എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് h/2 ആയിരിക്കും. അതുപോലെ ഈ ഡിസ്റ്റൻസും h/2 ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതി കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഈ ഒരു ഡ്രോയിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാംഗിളോ ഐസോസിലസ് ട്രയാംഗിളോ അല്ലെങ്കിൽ ഒരു നോർമൽ ട്രയാംഗിൾ തന്നു കഴിഞ്ഞാലും അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ ഈസി ആയിട്ട് വരയ്ക്കാം. എങ്ങനെയാണ്? ആ ട്രയാംഗിൾ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുന്നു. ആ ട്രയാംഗിളിന്റെ ബേസ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്ന റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ട്രയാംഗിൾ ഏതാണോ അതിന്റെ ഹൈറ്റിന്റെ പകുതിയായിരിക്കും നമ്മൾ വരയ്ക്കുന്ന റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാംഗിളിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാംഗിൾ കിട്ടുന്നു. ഇനി ഒരു റെക്ടാംഗിളിന്റെ സെയിം ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാൻ നമുക്കറിയാം. നമ്മൾ അത് മുൻപേ ഉള്ള ചോദ്യത്തിൽ പഠിച്ചിരുന്നു. അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റെക്ടാംഗിൾ അഥവാ ചതുരത്തിന്റെ സെയിം ഏരിയയുള്ള അഥവാ തുല്യ പരപ്പളവുള്ള ഒരു സ്ക്വയർ അഥവാ സമചതുരം വരയ്ക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിൾ അഥവാ 6 സെന്റിമീറ്റർ 3 വശങ്ങളുമുള്ള ഒരു ട്രയാംഗിൾ അഥവാ ഒരു ത്രികോണം വരയ്ക്കണം. ഈക്വിലാറ്ററൽ ട്രയാംഗിൾ അഥവാ സമഭുജം ത്രികോണം വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ 6 സെന്റിമീറ്റർ ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. ഈ ട്രയാംഗിളിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്നും 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ കോമ്പസിൽ 6 സെന്റിമീറ്റർ അളക്കുന്നു. അതിനുശേഷം ഈ പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ 6 സെന്റിമീറ്റർ അളവുള്ള കോമ്പസ് ഉപയോഗിച്ച് ഈ പോയിന്റിൽ വെച്ച് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ 2 ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ട്രയാംഗിളിന്റെ 3ാമത്തെ വെർട്ടെക്സ് അഥവാ 3ാമത്തെ മൂല. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് 2 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഈ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ലെങ്ത്തും 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈക്വിലാറ്ററൽ ട്രയാംഗിൾ അഥവാ സമഭുജ ത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സമഭുജ ത്രികോണത്തിന്റെ അഥവാ ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സെയിം ഏരിയയുള്ള ഒരു റെക്ടാംഗിൾ അഥവാ ഒരു ചതുരം വരയ്ക്കണം. അത് വളരെ ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ട്രയാംഗിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാംഗിളിന്റെ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്തിന്റെ കറക്റ്റ് പകുതി എടുക്കുന്നു. നമുക്കറിയാം ഈ ലെങ്ത് 6 സെന്റിമീറ്റർ അല്ലേ? അതിന്റെ പകുതി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അതായത് ഇവിടെ നിന്ന് നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് 3 സെന്റിമീറ്റർ അളന്നെടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ ഈ 3ാമത്തെ വെർട്ടെക്സിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. നമുക്കിവിടെ ഈ ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ലൈൻ ഇപ്പൊ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ലൈനിന്റെ ഇവിടെ മുതൽ
ഇവിടെ വരെയുള്ളതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് കോമ്പസ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ കോമ്പസിൽ ഒരു നിശ്ചിത അളവ് എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ ഈ പോയിന്റിലും കോമ്പസ് വെച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടിച്ച് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ലൈനിന്റെ സെന്റർ ഭാഗം കിട്ടും. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ ഈ ഒരു ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അഥവാ ലംബമായി രണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടില്ലേ? ആ റെക്റ്റാങ്കിളും ഈ ട്രയാങ്കിളും സെയിം ഏരിയ ആയിരിക്കും. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ സ്കെയിൽ ഉപയോഗിച്ചോ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയില്ലേ? ഈ റെക്റ്റാങ്കിളും ഈ ട്രയാങ്കിളും സെയിം ഏരിയ ആയിരിക്കും. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ട് സെയിം ഏരിയയുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പൊ ഒരു റെക്റ്റാങ്കിൾ തന്നു കഴിഞ്ഞാൽ അഥവാ ഒരു ചതുരം തന്നു കഴിഞ്ഞാൽ സമചതുരം വരയ്ക്കുക എങ്ങനെയെന്ന് നമ്മൾ മുൻപേയുള്ള ചോദ്യത്തിൽ പഠിച്ചതാണ്. എങ്ങനെയാണ്? നമ്മൾ മുൻപേ പഠിച്ചത് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പറയുകയാണ്. ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB. ഇനി നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ ലെങ്ത് നമ്മൾ A മുതൽ P വരെ എടുക്കുന്നു, ബ്രെഡ്ത്ത് നമ്മൾ P മുതൽ B വരെ എടുക്കുന്നു. ഇനി ഈ PBയുടെ ഇതേ ലെങ്ത് തന്നെ നമ്മൾ ഇങ്ങോട്ടും വരച്ച് നമ്മൾ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഈ റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയയുള്ള സ്ക്വയർ എങ്ങനെയാണ് വരയ്ക്കുക? ഈ Pയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ സർക്കിൾ ടച്ച് ചെയ്യുന്നത് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതായത് PC. ഈ PC എന്ന നീളമാണ് നമ്മുടെ സ്ക്വയറിന്റെ 4 വശങ്ങളുടെയും നീളം. അങ്ങനെ 4 വശമുള്ള ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതേ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടിയില്ലേ? അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ഇത് A എന്നിടാം, ഈ പോയിന്റ് P എന്നിടാം. നമുക്ക് ഇവിടെയും A മുതൽ P വരെയാണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കാറ്. ഇനി P മുതൽ B വരെ നമ്മൾ ഏതാണ് എടുക്കാറ്? അതായത് ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ഇതേ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ടും എടുക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കോമ്പസ് Pയിൽ വെക്കുന്നു. അതിനുശേഷം ഈ ഒരു ലൈന് നമ്മൾ കോമ്പസിൽ അളന്നെടുത്ത് Pയിൽ കോമ്പസ് വെച്ചതിന് ശേഷം അതേ അളവിൽ നമ്മൾ ഇങ്ങോട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതായത് P മുതൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ PB എന്ന ലൈൻ. ഇപ്പൊ നമുക്ക് AB എന്ന ഈ ലൈൻ കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്താണ് ചെയ്യുക? AB എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമുക്കൊരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് AB എന്നതിന്റെ നീളം ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ABയുടെ സെന്റർ എടുക്കണം. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോമ്പസ് ഉപയോഗിച്ചാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം തന്നെ ഒരു നിശ്ചിത അളവ് കോമ്പസിൽ എടുത്തതിന് ശേഷം A എന്ന ഈ പോയിന്റിൽ കോമ്പസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അടിയിലേക്ക് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. അതേപോലെ B എന്ന പോയിന്റിൽ കോമ്പസ് വെച്ച് മറ്റ് 2 ആർക്കുകൾ കൂടി വരയ്ക്കും. ഈ 2 പോയിന്റ്സുകൾ കൂട്ടിമുട്ടുന്ന ലൈൻ വരയ്ക്കുമ്പോൾ അത് AB എന്ന ലൈനിനെ കട്ട് ചെയ്തു പോയില്ലേ? ആ പോയിന്റ് ആണ് AB എന്ന ഈ ലൈനിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് AB എന്ന ഈ ലൈനിന്റെ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഈ സെന്ററിൽ കോമ്പസ് വെച്ച് എയിലേക്കോ ബിയിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുത്ത് നമുക്ക് ABയെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചൂടെ? അതാണ് അടുത്തതായി ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മുടെ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ P എന്ന പോയിന്റിൽ നിന്നും ഈ വൃത്തത്തിലേക്കുള്ള ദൂരമാണ്. അതായത് PC എന്ന ലൈനാണ്. അതായത് ഇവിടെ P എന്ന പോയിന്റിൽ നിന്നും ഈ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന തരത്തിൽ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈനാണ് PC. അതാണ് നമ്മുടെ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ നമുക്ക് C എന്ന് എഴുതാം. PC എന്ന ഈ നീളം കോമ്പസിൽ അളന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, P എന്ന പോയിന്റിൽ വെച്ച് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കണം. ഇനി Pയിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ലൈനും PC-യുടെ അതേ നീളമായിരിക്കും. ഇപ്പോ നമ്മുടെ സ്ക്വയറിന്റെ 2 സൈഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? PC എന്ന നീളം നമ്മൾ എടുത്തിട്ടുള്ള കോമ്പസ് C-യിൽ വെക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി അതേ കോമ്പസ് ഈ പോയിന്റിൽ വെക്കുന്നു, മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സ്ക്വയറിന്റെ 4ാമത്തെ വെർട്ടെക്സ് അഥവാ 4ാമത്തെ മൂല. ഇനി C-യിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കിട്ടി. അതായത് ഈ സ്ക്വയറിന്റെ 4 വശത്തിന്റെയും നീളം PC എന്ന ഈ ലൈനിന്റെ നീളമായിരിക്കും. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിന്റെ അതേ ഏരിയയുള്ള സ്ക്വയർ കിട്ടിയിരിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുന്നു.
അതിനുശേഷം ആ ട്രയാങ്കിളിന്റെ സെയിം ഏരിയയുള്ള റെക്ടാങ്കിൾ വരയ്ക്കുന്നു. റെക്ടാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാൻ അറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു തിയറ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റെക്ടാങ്കിളിന്റെ സെയിം ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കുന്നു. അതായത് ഈ ട്രയാങ്കിളിന്റെയും ഈ സ്ക്വയറിന്റെയും അഥവാ ഈ ത്രികോണത്തിന്റെയും ഈ സമചതുരത്തിന്റെയും ഏരിയ എന്നത് തുല്യമാണ്.